അമ്മ എന്തായിരുന്നു നിലവിളക്കൊക്കെ തുടയ്ക്കുന്നേ? ഓ, ഇതൊരു പെങ്കൊച്ചിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ടേ അതിനെ വീട്ടിലോട്ട് കേട്ടാലോ എന്ന് കരുതി. സുമയുടെ കല്യാണക്കാരിയാണോ അമ്മ ഈ പറയുന്നേ? പിന്നെ അല്ലാതെ വേറെ ആരാ ഇവിടെ കെട്ടുപാടായിട്ട് നിൽക്കുന്നത്? ആ, എങ്കിൽ അമ്മ ഇത് ഇവിടെ തുടച്ചു മിനുക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതെന്താടി അങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് ശിവനെ കിട്ടിയില്ലേ? അതുപോലെ സുമയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ കാത്തിരിപ്പുണ്ടായിരിക്കും. അവന് വേണ്ടി ആരെങ്കിലും കാത്തിരിപ്പുണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുമാമന്റെ മോനില്ലേ, അവന് വേണ്ടിട്ട് ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. അവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യനല്ലേ? അവൻ ഇത്രയും പെട്ടെന്ന് കല്യാണം ആയോടി? കല്യാണം അല്ലമ്മേ, ഗേൾഫ്രണ്ട്. ഒന്ന് ബോഡി അവിടുന്ന് വല്ല അവന്റെ ഗേൾഫ്രണ്ടിനെയും ബോയ്ഫ്രണ്ടിനെയൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുന്നു. ചേടാ പാടെ, അവര് ലൈൻ അടിക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ അന്വേഷിച്ചാണോ കുഴപ്പം? പോലെ എന്നിട്ട് എങ്ങനെയുണ്ടാ പെങ്കച്ച്? കുറച്ച് മുമ്പത്തെ ഒന്ന് ബോഡി എവിടുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാര്യം അറിയണം അല്ലേ? അല്ല, എന്നാലും രസമല്ലേ കേക്കാൻ. കാണിച്ചു തരാം. ഇൻസ്റ്റഗ്രാം ഉണ്ട്. നീ ഫോട്ടോ ഒക്കെ തപ്പി പിടിച്ച അതിന്റെ ഇടയ്ക്ക്? ആ, കൊള്ളാലോടി. ചെറുക്കം വലിയ ഗുണമില്ലേലും പെങ്കുച്ചു കൊള്ളാം അല്ലേ? ഇത് മൊത്തം മേക്കപ്പും ഫിൽറ്ററുവാ, എന്നാലും കുഴപ്പമില്ല. ഫിൽറ്റർ ഒക്കെ ഇട്ടാ ഇങ്ങനെ ഇരിക്കുവോ? എന്നാലും എനിക്കും ഫിൽറ്ററിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തരുമോ? ആലോചിക്കാൻ. നീ എന്നടാ പോയ സ്പീഡിൽ തന്നെ തിരിച്ചിങ്ങോട്ട് വന്നേ? എന്നാ പറ്റി? ജോലിയും മാനമൊക്കെ പോയമ്മ. ജോലിയും മാനൊക്കെ പോയോ? എന്താ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്താ നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? ആൻഡ്രൂസിനെ കാണാനില്ല. വല്ല ആൻഡ്രൂസിനെ കാണാൻ പോയതോ? നീ എന്തിനാടാ സങ്കടപ്പെടുന്നേ? എന്റെ കയ്യിൽ നിന്നാണ് മിസ്സായത്. ചേട്ടൻ പിള്ളേരെ പിടുത്തം തുടങ്ങിയോ? ഓ, ഒന്ന് പോടി പെങ്കി. ഒരു സങ്കടപ്പെട്ട് അവിടെ നിൽക്കുമ്പോഴാ അവിടെ ചോദിച്ചല്ലേ. പട്ടാളം ത്രിവിക്രമന്റെ ഡോഗിന്റെ പേരാണ് ആൻഡ്രൂസ്. അവനാണ് കാണാതായത്. എന്നിട്ട് ക്ലിനിക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ കൊണ്ടുപോയത്. മണം പിടിക്കാനുള്ള കഴിവ് അവന് കുറഞ്ഞുപോയി. അപ്പൊ ഒബ്സർവേഷനിൽ വെച്ചിട്ട് നോക്കണമായിരുന്നു. അവിടെ വെച്ച് മിസ്സായ. എടാ, നിന്റെ ക്ലിനിക്കിൽ ഒരുപാട് പേരുണ്ടല്ലോ ജോലി ചെയ്യുന്നവര്. അപ്പൊ നിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആവുന്ന എങ്ങനെയാ പട്ടി ഓടിപ്പോയന്? അമ്മ, ഞാനല്ലേ അവനെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരുന്നേ. അപ്പൊ അത് എന്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് മാറി. ആ ആരാണെങ്കിലും ത്രിവിക്രമൻ. ആ പുള്ളിനോട് വിഷമിക്കണ്ടെന്ന് പറ. ഒരു പട്ടിയല്ലേ, പോയിട്ടെങ്കിൽ വരുമല്ലോ. അയാളെ മോനെ പോലെയാണ് അവനെ നോക്കണേ. ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ലേ. ചേട്ടൻ അതിനെതിരെ എന്റെ അടുക്കേ ചൂടാവുന്നേ? ചേട്ടന്റെ ജോലി ചേട്ടൻ ഉത്തരവാദിത്തത്തോടെ കൂടെ നോക്കണമായിരുന്നു. ഒരുത്തം വിഷമിച്ച് വന്ന് വല്ലതും പറയുമ്പോഴാണോ ഇങ്ങനെ അവനെ ശകാരിക്കുന്നേ? ചേട്ടാ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഞാനൊരു ഐഡിയ അല്ലേ പറഞ്ഞു കൊടുത്തേ, അപ്പൊ ചേട്ടനല്ലേ ചൂടായേ? ഇങ്ങനെയാണോ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നേ? ഞാൻ സുമേനോട് ചോദിക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഉപകാരം ചെയ്യും. എല്ലാ ജോലിക്കും അത് പോയി അങ്ങനല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു റെസ്പെക്ട് ഉണ്ട്. എവരി ജോബ് ഹാസ് ഈക്വൽ ആൻഡ് ഈക്വൽ റെസ്പെക്ട് ഇൻ അവർ ഡെയിലി ലൈഫ്. കറക്റ്റ് ആണത്. എന്ത് അല്ല, ഞാൻ തേച്ച് തരണോ? തേച്ച് തരണോ? അല്ല, നിനക്ക് സാധാരണ തേപ്പ് കിട്ടാറില്ലേ പതിവ്? ഞാൻ പോണ്. അല്ല, ലേഡീസിന് തേപ്പ് കിട്ടാറില്ലേ പതിവ്? അത് ചോദിച്ചതേ ഉള്ളൂ. ചിലപ്പ സ്വന്തം ശിഷ്യനെ ആദ്യമായിട്ട് കളിയാകുന്ന ഗുരു ചിറ്റപ്പനായിരിക്കും. ഞാൻ കളിയാക്കല്ല, ഞാനൊരു ഒരു തമാശ പറഞ്ഞതാണ്. നീ സീരിയസ് ആക്കി എടുക്കാരി. പിന്നെ സീരിയസ് ആയിട്ട് എടുക്കൂലേ? അല്ല, ഇതിപ്പോ ചെയ്യാൻ കാരണം എന്തുവാ? എടി, ഇതെല്ലാം ഹോള് കണ്ടില്ലേ? ഹോള് പാമ്പ് പഴുതാരി കയറുന്നത് എന്ത് ചെയ്യും? ഇത്രയും നാൾ ഈ ഹോള് കണ്ടില്ലേ? എനിക്ക് ടൈം വേണ്ടേ? ശങ്കുണ്ണിയപ്പൂവിന്റെ വീട്ടിലെ സിമെന്റും മണ്ണും കണ്ടപ്പോ ടൈം കിട്ടിയ. അയാളെ കൂടുതൽ ഡയലോഗ് അടിക്കാരി. ഇതിപ്പോ ഇനി ഇതിന്റെ പേരും പറഞ്ഞ അച്ഛൻ്റെ കാശ് വാങ്ങിക്കാനല്ലേ? അതെ, എന്തൊരു വർത്തമാനം സംബന്ധി. നീ എന്തിനാ വന്നിട്ട് പണി മേടിക്കാൻ വന്നിരിക്കും ഇങ്ങനെയൊക്കെ സംസാരങ്ങൾ സംസാരിക്കുന്നത്? ചുമ്മാ അല്ല നാട്ടുകാർ ഉടായ്പെന്ന് വിളിക്കുന്നത്. ഏത് നാട്ടുകാർ പറഞ്ഞു ഉടായ്പെന്ന് വിളിച്ച്? അയ്യോ, അങ്ങനെ ഇന്ന ആളൊന്നുമില്ല, എല്ലാരും വിളിക്കും ഉടായ്പെന്ന്. നാട്ടുകാർക്ക് അങ്ങനെ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാനുള്ള സമയം. ആരും നല്ല ഇതായിരുന്നു ആർക്കും ഇഷ്ടമല്ല. ചിറ്റപ്പന ആള് മോശമല്ല. നീ അത് നോക്കി പണി. നമ്മുടെ ചേട്ടനെ മിക്കവാറും നാട്ടുകാരെല്ലാരും കൂടെ തല്ലിക്കൊല്ലും. ചേട്ടനെ മിക്കവാറും നാട്ടുകാർ തല്ലിക്കൊല്ലുമെന്ന്. എന്തിന്? ചേട്ടന് സൽസ്വഭാവി സത്യസന്ധനല്ലേ? സത്യസന്ധത കൂടി പോയത് കൊണ്ടാണ് തല്ലിക്കൊല്ലാൻ പോകുന്നത്. എന്താ പ്രശ്നം? എന്താ? എടാ, മറ്റേ പട്ടാളം ത്രിവിക്രമൻ ഇല്ലേ? ത്രിവിക്രമൻ, 3 വിക്രമൻ. വിക്രമൻ. ആ പുള്ളിക്ക് ഒരു പട്ടിയുണ്ട്. ആ പട്ടീനെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു ചേട്ടൻ എടുക്കല്. അത് കയറും പൊട്ടി ചോടിപ്പോയി. കയറല്ല, ചങ്ങല. അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഓടിപ്പോയോ? പോയി. പട്ടിയല്ലേ, അത് മണം പിടിച്ചേക്ക് വന്നോളൂന്ന്. അതാണ് പ്രശ്നം. അതിനെ എന്തിനാ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ കൊണ്ടുവന്നേ? അതിന് മണം പിടിക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ പെട്ട്. എന്റെ ഐഡിയ ഉണ്ട്. നമ്മൾ ഈ പട്ടിയെ കണക്ക് വേറൊരു പട്ടിയെ സെയിം വാങ്ങിച്ചു കൊടുത്താൽ പോരെ? എടാ, പട്ടാളത്തിന്റെ കയ്യിലിരിക്കുന്ന തോക്കിന് നല്ല ഉണ്ട് കേട്ടോ. അങ്ങനെ തോക്കിന്റെ കാര്യം പറഞ്ഞ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. ആങ്കിള് പട്ടിയുടെ പേരും പറഞ്ഞ തോക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്പൂപ്പനെ വിളിക്കും. അപ്പൂപ്പന്റെ കയ്യിലും ഉണ്ട് തോക്ക്. അപ്പൂപ്പന്റെ കയ്യിലിരിക്കുന്ന തോക്കല്ല, അത് ശരിക്കും യുദ്ധങ്ങൾ കണ്ടിട്ടുള്ള തോക്കാ. അപ്പച്ചി എന്താ അപ്പച്ചി അങ്ങനെ പറഞ്ഞ? അപ്പച്ചി ഫ്രം 1976 to 1982
എല്ലാ യുദ്ധവും ഈ അപ്പൂപ്പന്റെ തോക്ക് കണ്ടിട്ടുണ്ട്. സത്യം. ആണോ? എന്റെ പൊന്നു ശംഭു, അപ്പൂപ്പൻ ആ പട്ടാളക്കാരൻ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് പേടിച്ച് വേർക്കത്തില്ലേ? കൊള്ളാം ചിറ്റപ്പ. ചിലപ്പോ ഈ ചോര തെറിക്കുന്നത് കാണാൻ കൊതിച്ചിരിക്കുന്ന തീവ്രവാദിയും തീവ്രവാദിയും വിഘടനവാദികൾക്കെതിരെ നെഞ്ചും വിരിച്ചിരുന്ന അപ്പൂപ്പന്റെ ഈ കഥയാണ് കളിയാക്കുന്നത് ചിറ്റപ്പ. എണ്ണിച്ച് ഒന്ന് പോടാ. അച്ഛന്റെ തല നീ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ചേട്ടൻ ഇനി എന്ത് ചെയ്യും? ചേട്ടൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലടാ. അളിനെ വിളിച്ചു ചോദിച്ചാലോ ഹെൽപ്പിനല്ലോ? പിന്നെ പട്ടിയെ പിടിക്കാനല്ലേ ശിവേട്ടന്റെ പണി. അതെന്തോന്ന് വർത്താനടാ ശംഭു പറയുന്നത്? അത് നീ താഴെ എടി, ഒരു മനുഷ്യന്റെ സ്വത്തിനും സമാധാനത്തിനും വേണ്ടി പ്രയത്നിക്കുന്നവരാണ് പോലീസ്. ആണല്ലേ? ഒന്നുകൂടെ എടി, ഒരു മനുഷ്യന്റെ അവിടെ നോക്കിക്കോ. മനുഷ്യന്റെ ഇത് പട്ടിയുടെ കേസാ. മനുഷ്യന്റെ ശിവേട്ടൻ പ്രവർത്തിക്കാം. ഞാൻ ഈ പറയുന്നതിന് ക്ലാരിറ്റി തരാം. ഒരു മനുഷ്യന്റെ സ്വത്തിനും സമാധാനത്തിനും വേണ്ടി പ്രയത്നിക്കുന്നവരാണ് പോലീസ് എന്ന് പറയുന്നത്. അതിന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ നിനക്ക് ക്ലിയർ ആക്കി തരാം. സ്വത്ത് മനുഷ്യൻ ഏതാ? ത്രിവിക്രമൻ സാർ. പുള്ളിയുടെ സ്വത്ത് ഏതാ? സ്വത്ത് എന്തുവാ? വീടും പറമ്പല്ല, പട്ടിയാണ്. പട്ടിയിലെ പുള്ളിക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ പുള്ളിക്ക് പട്ടി നഷ്ടപ്പെട്ട പുള്ളിയുടെ സമ്മാനം നഷ്ടപ്പെടൂലേ? അത് കണ്ടുപിടിക്കാൻ നിന്റെ കെട്ടിന്റെ ഉത്തരവാദിത്തമല്ലേ? ഇതാ കുഴപ്പം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശിവേട്ടനോട് വിളിച്ചു പറയാൻ പറ്റത്തില്ല. നീ വേണം വിളിച്ചു. നീ വിളിച്ചു എന്തെങ്കിലും കാണിക്കുന്ന. അല്ല, എന്റെ വേറൊരു ഐഡിയ ഉണ്ട്. ഒരു സെക്കൻഡ് പറ, അതൊന്ന് കേട്ടോട്ടെ. പറഞ്ഞു. അല്ല, ഇതേ കണക്ക് ഒരു സംഭവം കാശ്മീരിൽ അപ്പൂപ്പന്റെ സമയത്ത് നടന്നില്ല. പറയട്ടോ? മറ്റേ ഈ കേഡേറ്റ് റാങ്കിലുള്ള ഒരു പട്ടി അവിടെ കാണാതെ പോയി. കേഡേറ്റ് റാങ്കിലുള്ള അതെന്തുവാന്നേ അവൻ അറിയത്തില്ല. അപ്പൊ അപ്പൂപ്പൻ കണ്ടുപിടിച്ചു തുടങ്ങി. കണ്ടുപിടിച്ചു കൊടുത്ത്. എങ്ങനെ കണ്ടുപിടിച്ച്? കമ്പ്യൂട്ടർ വഴി. കമ്പ്യൂട്ടർ വഴി. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ അച്ഛൻ പണ്ടേ ബ്രില്യൻസ് ആയിരുന്നു. ബാക്കി എങ്ങനെയായിരുന്നു? അല്ല, ഈ പട്ടിയുടെ അകത്തൊരു ചിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പട്ടിയുടെ എവിടെ ചിപ്പ് വെച്ച്? അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച്. അല്ലെങ്കിൽ ഈ പട്ടിയിൽ എവിടെയെങ്കിലും ചിപ്പ് കാണും. ഈ പട്ടിയിൽ എവിടെയെങ്കിലും ചിപ്പ് കാണും. എടാ, അച്ഛന്റെ തള്ളു വിശ്വസിക്കുന്ന ആകപ്പാടെ ഒരാൾ ഈ വീട്ടിൽ നീ മാത്രമേ ഉള്ളൂ. എന്തിനാണ് ശംഭു നിങ്ങൾ ഒറ്റ കൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു? എടാ, നമുക്ക് എന്തായാലും പട്ടീനെ ഒന്ന് അന്വേഷിച്ചു പോവാം. കിട്ടുവാണെ കിട്ടി. നീ സിമെന്റ് പോരിയാടാ? ഞാൻ ചെയ്യൂല. അതെന്താ ചെയ്യാ? എനിക്ക് അറിഞ്ഞൂടാ. എടാ, നീ ഇത്ര നേരം നോക്കി പഠിച്ചില്ലേ? എടാ, ഇത് സിമ്പിൾ പരിപാടിയാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സിമെന്റ് നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം സിമെന്റ് ഇവിടെ കോരി വെക്കുക. ഇത് ഇങ്ങോട്ട് പിടിക്കുക, ഇങ്ങോട്ട് തേച്ച് വരച്ചു കൊടുക്കുക. പറ്റിയിരിക്കുന്ന ഇത്രയും കൂടെ ഉള്ളോ? പോകും. ഞാൻ നിന്നെ മെയിൻ മെഷീനായിട്ട് അങ്ങ് അപ്പോയിന്റ് ചെയ്ത്. അപ്പോയിന്റ് ചെയ്യണ്ട. എടാ, പട്ടിയെ കണ്ടുപിടിച്ചിട്ട് തരുമ്പോ നിനക്ക് മുട്ടായി അടിച്ചു തരടാ. എന്നിട്ട് മിഠായിന്ന് കേൾക്കുമ്പോഴത്തേക്കും സിമ്പിൾ. അത് കുറച്ച് ശാന്തെടുത്ത്. വേണ്ട, ശാന്തെടുത്ത് കൊല തിരിച്ചുപിടി ശംഭു. ഇങ്ങനെ ശാന്ത് കയറ്റി അടി. തേക്ക് നന്നായിട്ട് തേക്ക്. ജോലി പോവോ? പട്ടിയെ പിടിച്ചു കൊടുത്തില്ലേ പോവും കണ്ണാ. പോവോ? അപ്പൊ ഈ മുട്ടായി വാങ്ങിച്ചാൽ വല്യാമ്മയുടെ കാശുണ്ടാവൂലല്ലോ. ഇല്ല, ജോലി ഇല്ലെങ്കിൽ സാലറി കിട്ടൂല. ഈ പട്ടി പോകാൻ പറ്റിയ നേരമല്ലേ? ശംഭു ചേട്ടാ, എനിക്കൊരു സംശയം. ഈ നേരത്തെ തന്നെ സംശയം ചോദിക്കണേ. ഇത് ശംഭു ചേട്ടാ ഉദ്ദേശിക്കുന്ന സംശയമല്ലേ? ഇത് വേറെ സംശയമാ. നീ ചോദിച്ചു. വല്യാമ്മനെ തോപ്പിക്കാനായിട്ട് ആരെങ്കിലും പട്ടി അയച്ചു വിട്ടതാണെങ്കില്? അച്ഛനെ തോപ്പിക്കാൻ അച്ഛൻ ഇലക്ഷന് നിക്കൊന്നും അല്ലല്ലേ. വല്യാമ്മനല്ലേ പക്ഷെ അവിടത്തെ മെയിൻ ആള് ക്ലിനിക്കിലെ. അപ്പൊ ആരെങ്കിലും അത് ഇഷ്ടപ്പെടാത്ത ആണെങ്കില്? നിനക്കെന്ത് ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? അല്ല, ഞാൻ ചുമ്മാ ഒന്ന് സംശയം വന്നേ ഉള്ളൂ. ആഹാ, നിങ്ങൾ രണ്ടും കൂടി ഇവിടെ ഇരിക്കുകയാണോ? ഒച്ച എനക്കൊന്നും കേൾക്കാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു രണ്ടും കിടന്ന് ഉറങ്ങാന്ന്. എന്താടാ കണ്ണാ, എന്താ രണ്ടുപേരുടെ മുഖത്തൊരു വിഷമം? വല്യാമ്മന്റെ ജോലി പോവോ അമ്മൂമ്മേ? എന്ന് നിന്നോട് ആര് പറഞ്ഞു? ശംഭു ചേട്ടൻ. അങ്ങനെയൊന്നുമില്ല കണ്ണാ, ആരുടെയും ജോലിയൊന്നും പോകത്തില്ല കേട്ടോ. അച്ഛമ്മ കള്ളത്തരം പറയുന്നത് എന്തിനാ അച്ഛമ്മ? പട്ടിയെ പിടിച്ചു കൊടുത്തില്ലേ സസ്പെൻഷൻ കിട്ടുമെന്ന് മൃഗപാലൻ ഡോക്ടർ പറഞ്ഞല്ലേ? മൃഗപാലൻ ഡോക്ടർ നിന്നോട് ഒന്ന് പറഞ്ഞോ സസ്പെൻഷൻ കൊടുക്കുമെന്ന്? എന്റെ അടുത്ത് പറഞ്ഞില്ല, അപ്പച്ചിയും ചിറ്റക്കും കൂടെ പറയുന്നത് ഞാൻ കേട്ടു. നീയും ആമിയെ പോലെ ഓരോന്ന് ഒളിഞ്ഞു നിന്ന് കേട്ട് ഇവനോട് ഓരോന്ന് പറഞ്ഞോണ്ട് നടക്ക്. അല്ല അച്ഛമ്മ, പട്ടിയെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ ആ ഓണർ പ്രശ്നം ഉണ്ടാക്കൂലേ? അങ്ങനെ തോക്കൊക്കെ ഉണ്ട്, അങ്ങനെ വല്ലതും ചെയ്താലാ? നിന്നോട് ആരാടാ ഇതൊക്കെ പറഞ്ഞത്? അങ്ങനെ ഒന്നും നടക്കത്തില്ല. ചിറ്റപ്പൻ പറഞ്ഞു. അവൻ പുളുവല്ലാതെ വേറെ എന്തെങ്കിലും പറയൂ? അപ്പൊ അപ്പച്ചിയും ചിറ്റപ്പനും കൂടെ പട്ടിയെ കണ്ടുപിടിക്കാൻ പോണെന്ന് പറഞ്ഞത് പുളുവാണ്. അത് കള്ളത്തിനൊന്നും അല്ല, അതവര് പോവും. പട്ടിയെ പെട്ടെന്ന് കിട്ടിയാ മതിയായിരുന്നു. കിട്ടും കണ്ണാ, കണ്ണ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചാ മതി കേട്ടോ. ദൈവമേ, വല്യാമ്മന്റെ ജോലി ഒന്നും പോവല്ലേ. എനിക്ക് ഇനിയും മുട്ടായി വാങ്ങിച്ചേരണേ വല്യാമ്മൻ. ആൻഡ്രൂസിനെ പെട്ടെന്ന് കിട്ടണേ.
കണ്ണന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടോളും കേട്ടോ. എടാ ശംഭു, ഇനി ഇവനോട് വേണ്ടാത്തൊന്നും നീ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ശംചേട്ടൻ കള്ളം പറഞ്ഞതാണാ? ഇല്ല അണ്ണ, വല്യമ്മന്റെ ജോലിയൊന്നും പോകത്തില്ല. പോവൂലേ? ഇല്ല, കണ്ണന് മുട്ടയൊക്കെ വാങ്ങിച്ചിരും കേട്ടാ. സന്തോഷായ? നീ എന്തോ കാണിക്കുവോ? നീ എന്തോ കാണിക്കുവോ? പട്ടി വിളിക്കുന്നു. ഞാൻ വിചാരിച്ചു അണ്ണാനെ വിളിക്കുമായിരിക്കും എന്ന്. അയ്യോ, ഇങ്ങനെയാ അണ്ണാനെ വിളിക്കുന്നേ? അയ്യോ, എനിക്കറിയത്തില്ല നീ പറഞ്ഞത് കാര്യമായി. നല്ല തമാശ. എടാ ചെറുക്ക, ഇതിനെ അങ്ങനെ ഒന്നും വിളിച്ചാ പോരെ. ഇതിന് പേരുണ്ട്, ആൻഡ്രൂസ്. ആൻഡ്രൂസേ എന്ന് വിളിക്കണം. ആൻഡ്രൂസേ, ആൻഡ്രൂസ്. മാമിച്ചിയുടെ മോനെ ആൻഡ്രൂസേ. ആൻഡ്രൂസേ വാടാ, ചോറ് തരടാ ആൻഡ്രൂസേ. അയ്യോ, നിന്റെ ചോറ് കഴിക്കാനിരിക്കുവല്ല, അത് നല്ല ചിക്കൻ കഴിച്ച് വളർന്ന പട്ടിയാ. ആൻഡ്രൂസേ വാടാ, ചിക്കൻ മേടിച്ചു തരടാ മാമിച്ചി. ആൻഡ്രൂസേ, ബിരിയാണി മേടിച്ചു തരടാ. ആൻഡ്രൂസ്, ആൻഡ്രൂസ്, ആൻഡ്രൂസ്. കാണുന്നില്ലല്ലോ. ഇവിടെ ഒരു ചാവാലിപ്പട്ടി പോലും ഇല്ലടാ. എന്തിന് ചാവലിപ്പട്ടി കാണുന്നത്? ചാവലിപ്പട്ടി കാണുന്നത് എന്തിന്? ചോദിക്കാൻ വേണ്ടിട്ട് ആൻഡ്രൂസിനെ കണ്ടായിരുന്നു ചാവാലിപ്പട്ടിന്ന്. നീ ഭയങ്കര ബുദ്ധിയാ. എന്റെ പൊന്നോ, എങ്ങനെയാ സാധിക്കുന്നേ? ആൻഡ്രൂസേ, ആൻഡ്രൂസ്. അതിനകത്ത് അകത്തു നേരെ ഇങ്ങോട്ട് വാ. ആൻഡ്രൂസേ. എടാ, നമ്മൾ ഇങ്ങനെ നടന്നോണ്ട് യാതൊരു കാര്യമില്ല കേട്ടോ. ചുമ്മാ ഇരിയടാ. ഇതാരുടെ ചെരുപ്പ്? റോഡിൽ ചെരുപ്പ് കൂടിയിട്ട് കിടക്കുന്നു. ഈ വീട്ടുകാരായിരിക്കും ഇവിടെ വെച്ചേക്കാം. ആൻഡ്രൂസേ. ആരെയും മറന്നു പോയതായിരിക്കും. ആൻഡ്രൂസ്. അവിടെ ചെറുക്കൻ നിൽപ്പുണ്ട്. ചേച്ചി, ആൻഡ്രൂസിനെ കണ്ടോ? ആ ചെറുക്കനോട് ചോദിക്കാം നമുക്ക്. ഏത് ചെറുക്കനാ? അവിടെ ഫോൺ ചെയ്തോണ്ട് നിൽക്കുന്നുണ്ടാവും. ഈ വീട്ടിലെ വലിയ വീടില്ലേടി, എന്തെങ്കിലും കിട്ടും. പഠിച്ചു മാറ്റി ബ്രോ നമസ്കാരം. ആൻഡ്രൂസിനെ കണ്ടായിരുന്നു? അവൻ പോയല്ലോ. എങ്ങോട്ട് പോയി? അവൻ ലണ്ടനിൽ പോയി. അതിന് നാട് കടത്തി. ഞാൻ പറഞ്ഞില്ല, നാട് കടത്തിക്കൊണ്ട് പോയി. ചുമ്മാ ഇരടാ. ഏത് ആൻഡ്രൂസിന്റെ കാര്യം പറയുന്നത്? എന്റെ ഫ്രണ്ട് ആൻഡ്രൂസ്, അവൻ പെയിന്റർ ആയിരുന്നു. ഇപ്പൊ ഒരു നേഴ്സിനെ കിട്ടി ലണ്ടനിൽ പോയല്ലോ. നേഴ്സിനെ കല്യാണം കഴിച്ച് ലണ്ടനിൽ പോകാൻ പറ്റൂലേ? പിന്നെ ഞാൻ നോക്കിയായിരുന്നു നേഴ്സിനെ. വീട്ടുകാരും വെച്ചില്ല. ഇതാണ് വീട്ടുകാർ. ഇവിടെ ചെറുക്കൊന്നും ഉണ്ടായി. ബ്രോ, അതല്ല, ഒരു പട്ടി ആൻഡ്രൂസ് എന്നാണ് അതിന്റെ പേര്. അതിനെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. താങ്ക്സ് ബ്രോ, താങ്ക്സ്. ഹലോ. ഐഫോൺ ഉള്ള ജാടയാ. ഐഫോൺ ഉള്ള ജാടയാ. അല്ലാതെ നീ ചോദിച്ചതിന്റെ കുഴപ്പമല്ല. എന്ത് ഞാൻ ചോദിച്ചു? ചോദിച്ചു അവൻ ഉടനെ നേഴ്സിന്റെ കാര്യം അറിയണം, പട്ടിയുടെ കാര്യം എനിക്ക് അന്വേഷിക്കാൻ. ഇതിന്റെ ഇടയ്ക്ക് കല്യാണം ഒത്തു വന്നാൽ എനിക്ക് ഒത്തുകൂടാ. ആൻഡ്രൂസേ. അവനെ നേരെ ചോദിക്കാൻ നടക്കാം കല്യാണ കാര്യം. ആൻഡ്രൂസ്. അവിടെ വേറെ പട്ടി ഉണ്ട് കേട്ടോ, കടി കിട്ടും. ഈ പട്ടിക്കൊക്കെ ആരുടെ ആൻഡ്രൂസ് എന്ന് പേരിട്ടത്? എന്തായാലും സുമേഷ് എന്ന പേരിനേക്കാൾ നല്ലതാ. അയ്യോ, നല്ലതാ സുമേഷ് എന്ന പേര്. ഇയാൾ സുമേഷ് എന്ന പേര് കളിയാക്കുന്ന എന്റെ അസോസിയേഷനെ പിള്ളേരെ ഇറങ്ങുന്നു, അറിയാമോ? എന്റെ പൊന്നെ, സുമേഷ് എന്ന പേര് അടിപൊളി. എല്ലാ പേരും അടിപൊളി. ഇപ്പൊ നമുക്ക് പട്ടിനെ കണ്ടുപിടിക്കണല്ലോ. എനിക്കാണെങ്കിൽ വയ്യ കേട്ടാ, ഞാൻ ചത്ത്. എന്റെ പൊന്നെ. ഓയേ, എന്നിട്ട് ആര് പറഞ്ഞു ഇവിടെ തള്ളിപ്പിടിച്ചിട്ട് വരാൻ? എടാ, അത് ചേട്ടന്റെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വന്നതാ. ഓ, അല്ല ഇയാളങ്ങ് വന്നേനെ. ചേട്ടനെ കരച്ചിട്ടുണ്ടെങ്കിൽ. അയ്യോ, എന്റെ മോനെ അങ്ങ് നല്ല മരം അങ്ങ്. നല്ല മരം തന്നെ. നീ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നില്ല. എടാ, പട്ടിനെ കണ്ടുപിടിച്ചിട്ട് അത് ചേട്ടനായി കൊടുത്ത് ബാർഗെയിൻ ചെയ്ത് കാശ് വാങ്ങിക്കാനല്ലടാ നീ വന്നത്. ചുമ്മാ കളിക്കാൻ നിൽക്കരുത്. ഞാൻ പാട്ട് പോകാൻ പോവാ. പോവല്ലടാ, കണ്ടുപിടിച്ചിട്ട് പോവാടാ. ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അങ്ങനെ കണ്ടുപിടിക്കാനാ? അയ്യോ, ചേട്ടൻ എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. തിരക്കിൽ ഞാൻ നോക്കാൻ മറന്നുപോയി. ആണോ? ഇപ്പൊ നോക്കാം. കെട്ടിപ്പിടിച്ചുമ്പോഴത്തേക്ക് പാവല്ലേ ചേട്ടൻ, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആൻഡ്രൂസിനെ. ആൻഡ്രൂസിന് സ്നേഹമില്ല. നിനക്ക് ഉമ്മ ഒരു മെസ്സേജ് ഇത് ഫുഡ് അതെന്റെ ഫ്രണ്ടാ, ഉമ്മ കൊലുസു. വാ, ഇനി ഈ പട്ടിനെ അല്ല ഒരു കാര്യം ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്. ഫോട്ടോ വന്നില്ലേ? അതെന്തിനാ നിന്റെ മോളിലോട്ട്? ഒരു കാര്യം ചെയ്തിട്ട് എടേ, ഇതിനകത്ത് നോക്കിട്ട് ഹാർഡ് വർക്കിനെക്കാട്ടി നല്ലത് സ്മാർട്ട് വർക്കാണ്. പ്ലീസ് ഫോളോ മീ. ഞാൻ കാണിച്ചു തരാം പരിപാടി. എന്തോ അത് പറഞ്ഞിട്ട് പോടേ. എന്നിട്ട് വരാം, ഞാൻ കാണിച്ചു തരാം. എവിടെ മാമി? സുമേഷ് ചെറുക്ക എവിടെ? അവനും പിങ്ങി കൂടെ നിന്റെ ഡിക്രൂസിനെ തപ്പി പോയിട്ടുണ്ട്. ഡിക്രൂസ് ഒന്നും അല്ല, ആൻഡ്രൂസ്. ആൻഡ്രൂസ്. ഞാൻ പറഞ്ഞു അവന്റെ അടുത്ത് തപ്പി പോകാൻ വേണ്ടിട്ട്. എടാ, അത് പിന്നെ നിനക്കൊരു പ്രോബ്ലം വരുമ്പോ അവര് വേണ്ട നിന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഇപ്പൊ പ്രോബ്ലം എല്ലാം മാറിയാ? എന്റെ ജോലിയും ജീവനൊക്കെ പോവും. എങ്ങനെ ജോലിയും ജീവനും പോകുന്ന? അമ്മ ആ ത്രിവിക്രമനെ അറിയിക്കാതെ ആൻഡ്രൂസിനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഇരിക്കായിരുന്നു ഞാൻ. അതിന് അയാൾ അറിഞ്ഞോ? പിന്നെ അറിഞ്ഞില്ലേ? അതെങ്ങനെ അയാൾ അറിഞ്ഞേ? ഇതാ കണ്ട, ഞാനും ആൻഡ്രൂസും കൂടെ നിൽക്കണം. ഫോട്ടോ ഇട്ടിട്ട് ആൻഡ്രൂസിനെ കാണാനില്ലെന്ന് പറഞ്ഞ് അവൻ സോഷ്യൽ മീഡിയയിലും കൊടുത്തേക്കണം. എടാ, നിനക്ക് ഉമ്മ വെക്കാൻ വേറെ ഒന്നിനെയും കിട്ടിയില്ലേ? ഈ പട്ടിയെ മാത്രമേ കിട്ടിയോ? അമ്മ ചിരിച്ചോ, അമ്മ ചിരിച്ചോ. എല്ലാം പോവും, എല്ലാം തകരും. എടാ, എങ്ങനെ തകരും? നീ എന്തിനാ കിടന്ന് വെകളി പിടിക്കുന്നേ? ഒരു പട്ടിയെ കാണാതെ പോയെന്ന് പറഞ്ഞാൽ അതിനിപ്പോ അവര് കണ്ടുപിടിച്ചോണ്ട് വരുമല്ലോ. ത്രിവിക്രമൻ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, 2 മണിക്കൂറിനകത്ത് അവനെ കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ അയാൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. എടാ, നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ, അതിനെ കിട്ടുമെന്ന്. എവിടെ കിട്ടാൻ വേണ്ടിട്ട്? അതിനല്ലേ അവര് തപ്പി പോയിരിക്കുന്നേ. അവനെ കിട്ടിയില്ലെങ്കിൽ നോക്കിക്കോ,
എനിക്ക് പണിയിലും എന്റെ ജോലിയിൽ ആത്മാർത്ഥത ഇല്ലാത്തവനായിട്ട് ഞാൻ ജീവിക്കില്ല. അവനെ ഞാൻ കൊല്ലും. എടാ ഉത്തമ, ഞാൻ പറയുന്നത് കേൾക്കുന്നേ. അത് പറയണ്ട. ആൻഡ്രൂസ് സഹായിക്കാൻ പോയത് ഇപ്പൊ കോടാലിയായോ? ഇപ്പൊ ആൻഡ്രൂസ് ഓരോ വലിയ JCB ആണോ? എടാ വലിയ JCB. ചിറ്റപ്പൻ ചിറ്റപ്പ ഇവിടെ നിൽക്കായിരുന്ന ചിറ്റപ്പ എന്തോന്ന് പണി കാണിച്ചാ? എടാ അത് പിന്നെ ഞാനൊരു നല്ല കാര്യം ചെയ്തില്ലടാ ശംഭു. അച്ഛന്റെ ജോലി കളയുന്നതാണ് നല്ല കാര്യം. എന്റെ പൊന്ന്, ഞാൻ നിന്റെ അച്ഛനെ ജോലി കളയാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. എടാ എന്റെ സ്മാർട്ട് വർക്കിലൂടെ ആൻഡ്രോസ് പട്ടി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കിയതാണ്. സുമേഷ് അമ്മയുടെ സ്മാർട്ട് വർക്കേ വല്യാമ്മന്റെ വർക്ക് കളയുന്നാ തോന്നുന്നേ. ഞാൻ ചേട്ടന്റെ ജോലി കളയാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. എടാ ചേട്ടന്റെ ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാണ് നിങ്ങളെ കാട്ടിലും. ചിറ്റപ്പ ഇത് സ്മാർട്ട് വർക്ക് ഒന്നുമല്ല, ചിറ്റപ്പ അറിഞ്ഞോണ്ട് ചെയ്തല്ലേ. എടാ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യണം. നീ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പോകുന്നു. ചിറ്റപ്പ അറിഞ്ഞോണ്ട് അങ്ങനെ ചെയ്യും. മറ്റേ സിമെന്റ് ഒഴിച്ചു തന്നാൽ ഈ മുട്ടായി വാങ്ങിച്ചു തരാന്ന് ചായച്ചില്ലേ? അതിന് സിമെന്റിനകത്ത് മണ്ണെണ്ണ ഒരു ഒഴിച്ച് ഞാൻ പിന്നെ പിടിച്ച് ഉമ്മോക്കാൻ പറ്റുമോ? ഇനി എനിക്കറിയാമോ മണ്ണെണ്ണയാണോ വെള്ളമാണോ ഒഴിക്കേണ്ടതെന്ന്? ഞാൻ മേടിച്ച് തരാം മുട്ടായി. എനിക്കിനി മുട്ടായി ഒന്നും വേണ്ട. ചിറ്റപ്പ ഒരു കാര്യം ആലോചിച്ചോ, ഈ വീട്ടിലുള്ള എല്ലാരും ചിറ്റപ്പനെതിരെയാണ്. നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കടാ. ചിറ്റപ്പ വിശ്വാസം ഉണ്ട്, എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ നോക്കൂ. പരിഹാരം ഞാൻ എന്തായാലും സോഷ്യൽ മീഡിയ ഇട്ട പോസ്റ്റ് വൈറലായിട്ടുണ്ട്. നീ ഒരു കാര്യം, നീ ഫ്രണ്ട്സിന്റെ ഇതൊക്കെ പറഞ്ഞ് അതങ്ങ് ഷെയർ ചെയ്യാൻ പറ. ഞാനും എന്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. മക്കള് UKG പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് പറയണം, വീട്ടിൽ ചെന്നിട്ട് ഷെയർ ചെയ്യാൻ പറയണം കേട്ടാ. കേട്ടാ, മനസ്സിലായില്ലേ? എടാ ഞാൻ ചേട്ടത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്റെ നമ്പരാ കൊടുത്തിരിക്കുന്നത്. ആരെങ്കിലും ചേട്ടനെ വിളിക്കാതിരിക്കത്തില്ലല്ലോ. ഇത് വല്ല നടക്കൂ? എടാ നടക്കൂടാ ശംഭു. നടന്നില്ല ഞാൻ ഇവിടുന്ന് ഓടും. ഈ ഐഡിയ നടന്നില്ലെങ്കിലേ സുമേഷാമ്മ ഓടണ്ടോ? അതല്ല ഞാൻ പറഞ്ഞത്, ഓടുന്നു നാട് വിട്ട് എവിടെങ്കിലും. ചിറ്റപ്പ ഈ പട്ടിയെ കിട്ടുന്ന വരെ ചിറ്റപ്പ എവിടെയെങ്കിലും ഒളിച്ചിരി, അല്ലാതെ അച്ഛന്റെ അച്ഛമ്മയുടെ വായിച്ചെന്ന് ചാടാതിരിക്കണം. ഈ സമയത്തിന് എന്നെ അത് നിർത്തിയുണ്ടോ അങ്ങേര്? അങ്ങനെ കോണാതാണ് അയാൾ. എന്ത് കാര്യം ചെയ്താലും പണ്ടേ അങ്ങനെ വീട്ടിലെ സ്വഭാവം ഇതാ. സമയത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോൾ നിർത്തും. ഞാൻ പറഞ്ഞ കേട്ടാ എന്ത് നീ പറഞ്ഞേ? വീണ്ടും തുടങ്ങി. നീ പറ. അച്ഛന്റെ അച്ഛമ്മയുടെ വായിച്ചെന്ന് ചാടരുതെന്ന്. അമ്മ അറിഞ്ഞോ? ബെസ്റ്റ്. അമ്മൂമ്മക്കാണ് ശരിക്കും ദേഷ്യം. പേരക്കമ്പൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്ത് നല്ല പരിപാടി ചെയ്താലും വീട്ടിൽ ഇങ്ങനെ തന്നെ ആണല്ലോ എല്ലാവർക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനിവിടെ ഉണ്ടെന്ന് ആരും പറയണ്ട. ഞാൻ എങ്ങനെയല്ല പട്ടി കണ്ടുപിടിച്ചിട്ട് അത് തീർക്കണം. ചെല്ല്. ഓ ഞാൻ ചിലപ്പോ പറഞ്ഞു സൂക്ഷിച്ചു പോ. എവിടെ കൊണ്ടുപോകുന്നവനെ? JCB കാണാൻ. എടാ JCB അവൻ. എടാ ചെറുക്കനെ കൊണ്ട് അകത്ത് കയറിപ്പോടാ. നീ പോ, എന്നിട്ട് അവനെ അകത്തോട്ട് കയറ്റിവിടും. ഞാൻ JCB കാണാം. അവനെ നീ പോ, അവനെ കയറ്റിവിടും. ഞാൻ പോട്ടോ, മക്കളകത്ത് ചിലപ്പോക്കോ. വേണ്ട, ഞാനും പറഞ്ഞു. എന്തെങ്കിലും കാണീര്. വീട്ടിൽ ഫ്രീ വൈഫൈ അല്ലേ? അമ്മേ, അവൻ എന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇങ്ങനൊരു പണി ഒപ്പിക്കാനാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. വേണ്ടെന്ന് വെക്കുമ്പോ ഈ ചെറുക്കൻ തലേ കയറി നിരങ്ങുക എന്നും പറഞ്ഞ അവനെ തല്ലണ്ടായിരുന്നു അമ്മ. വേണ്ടായിരുന്നു, ഞാൻ മടി വെച്ച് പുന്നരിക്കായിരുന്നു. അല്ല ആരാ ഇത് പറയുന്നേ? നീ ഏത് സമയം അവനുമായിട്ട് അടിയാണല്ലോ. ഞങ്ങൾ അടിയിടുന്ന പോലെയാണോ അമ്മ അവനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇത്രയും തല്ലുന്നത്? പിന്നല്ലാതെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ അറിയത്തുള്ളൂ. അവന് സങ്കടമായിട്ടുണ്ടാവത്തില്ലേ? സങ്കടപ്പെട്ടിരിക്കട്ടെ. കിട്ടി. അവ എവിടെ? സുമേഷ് എവിടെ? നീ ഇനി അവനെ ഒന്നും ചെയ്യാൻ പോണ്ട. അവൻ ആവശ്യത്തിലുള്ള അടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അടിക്കാനൊന്നല്ലമ്മ, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ വേണ്ടിട്ട്. എവിടെ ഉമ്മ കൊടുക്കാനോ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എടി അവ കാണാനില്ലാന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടില്ലായിരുന്നാ? ആൻഡ്രൂസിനെ കാണാനില്ലാന്ന് പറഞ്ഞിട്ട് ഒരാളെന്നെ വിളിച്ച് കിട്ടിയെന്ന് പറഞ്ഞു. കിട്ടിയോ? കിട്ടിയോ? എവിടെ? ചേട്ടൻ ആ പോസ്റ്റ് ഇട്ടതിന് ചേട്ടന്റെ ജോലി പോകുന്ന പറഞ്ഞോണ്ട് അമ്മ അവനെ തല്ലിയിട്ട് പിണങ്ങി അവൻ പോയി അകത്ത് കിടക്കുന്നു. എന്തോ നമ്മ കാണിച്ചത്. പിന്നെ നീയല്ലേ പറയുന്നത് നിന്റെ ജോലി പോകും കൂലി പോകും എന്നൊക്കെ പറഞ്ഞോണ്ട് ബേളം വെച്ചത്. അപ്പൊ ആ ദേശത്തിന് ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചവനിട്ട്. അതിനെക്കാട്ട് വലിയ സങ്കടമല്ലേ? ചെറുക്കൻ പിണങ്ങി കുറെ നേരമായി കഥ അടച്ച് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ എന്തോ നിയമം? അവന്റെ സങ്കടമൊക്കെ ഞാൻ മാറ്റിക്കോളാം. നീ ആ പട്ടി അതിന്റെ ഓണറിനെ കൊണ്ട് കൊടുക്കാൻ നോക്ക്. ഇനിയെങ്കിലും എടാ ചാടി പിടിച്ച് വെപ്രാളം കാണിച്ച് ഓരോന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോളാം. എടി പിങ്കി, അവനെ ഞാൻ അടിക്കണ്ടായിരുന്നല്ലേ? ഇതല്ലേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞേ. അപ്പൊ അമ്മയല്ലേ അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കിട്ടിയടാ. എടാ നീ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് കണ്ടിട്ടേ ഒരാൾ വിളിച്ച് ആൻഡ്രൂസിനെ കിട്ടിയെന്ന് പറഞ്ഞു. നീ എന്ത് സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒന്നുമില്ല. അമ്മയുടെ നടി ഇട്ടിട്ടാണ്? ഒന്നുമില്ല. പിന്നെ എന്തിനു സങ്കടപ്പെട്ടിരിക്കണ്ടേ? കിട്ടിയത് ആൻഡ്രൂസിന്. ചേട്ടന്റെ ജോലി പോകാൻ കാരണം ഞാനത് ചേട്ടൻ പറഞ്ഞില്ല. അതിനാണ്? എടാ പിന്നെ അപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ അങ്ങനെ പറഞ്ഞു പോയില്ല, അറിയാതെ പറഞ്ഞു. സോറി. സോറി ഒന്നും ചേട്ടൻ പറയാൻ. നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ.
ത്രിവിക്രം സാർ ഓക്കെ പിന്നെ ആൻഡ്രൂസിനെ കിട്ടിയെന്ന് പറഞ്ഞ വഴി ത്രിവിക്രം സാർ ഓക്കെ. ആൻഡ്രൂസ് ഏ? ആൻഡ്രൂസ് ആൻഡ്രൂസ് ഓക്കെ, ചേട്ടന ഞാൻ ഡബിൾ ഓക്കെ. ഞാൻ ട്രിപ്പിൾ ഓക്കെ. എങ്ങനെ തോന്നിയാണ് നിനക്ക് അങ്ങനെ ബുദ്ധി? നീ എന്നോട് പറയണ്ടേ അത്? അന്നേരത്തെ ഒരു തോന്നിയതാ. എനിക്ക് കുഴിമന്തി മേടിച്ചു. ഒരു കുഴിമന്തി കുഴി- കുഴിമന്തി ആണോ? കുഴിമന്തി വേണം. ഞാൻ വാങ്ങിത്തരാം. എനിക്കും നിനക്കും വാങ്ങിത്തരും ഞാൻ. കേട്ടോ കേട്ടോ? കുഴിമന്തി.